Hello everyone. Welcome to a brand new super fun-filled hilarious episode of Once Upon a Time. ചിരി ആഘോഷത്തിന് മോഡ് കൂട്ടുവാനായി നമ്മോടൊപ്പമുള്ള ആ രണ്ട് വിശിഷ്ട വ്യക്തികളെ ഞാൻ സ്വാഗതം ചെയ്യാൻ പോവുകയാണ്. Let me first welcome the most experienced, the senior most at the same time youthful ആയിട്ടുള്ള friendly ആയിട്ടുള്ള നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ ശ്രീ മണിയൻ പിള്ള രാജു സർ. And Once Upon a Time in Day സ്വന്തം our most beloved രമേശ് പിഷാരടി. Once Upon a Time വേദിയിൽ ഇന്നെത്തുന്ന സ്റ്റാൻഡപ്പ് കൊമേഡിയൻ അൻസിൽ. നല്ല പരിപാടികളെ സൂപ്പറാണ് നിന്നെ പരിപാടികളെ. അന്നേരോ ഇവിടെ ബാക്കി ഏത് റിയാലിറ്റി ഷോ അല്ല, ഡാൻസ് റിയാലിറ്റി ഷോ വന്നാൽ ജഡ്ജസ് മുഴുവൻ വടക്കേ ഇന്ത്യക്കാരോ തമിഴ്നാട്ടിൽ നിന്നുള്ളവരും ആയിരിക്കും. പിന്നെ ഇപ്പൊ എനിക്ക് ഒരു സെക്കൻഡ് ഇത് ഡാൻസിന്റെ എന്തോ മത്സരം നടക്കണമെന്ന് തോന്നിപ്പോയി. അതുകൊണ്ടാണ് മോനെ നല്ല നാട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടതാണ്. അതായത് ഡയന ചേച്ചിയുടെ സിഗ്നേച്ചർ സ്റ്റെപ്പുകൾ കുറച്ചുണ്ട്, അത് പിടിക്കല്ലേ അളിയാന്ന് അവിടെ നിന്ന് പറഞ്ഞു വന്നത്. അതിന് വേറൊരു കാര്യമുണ്ട്, അത് ഡയാന ചേച്ചിയുടെ സിഗ്നേച്ചർ അല്ലത്, എന്റെയും കൂടെ ഒരു കംഫർട്ട് നോക്കിയിട്ടാണ് നമ്മൾ ഈ കല്ലിനടിച്ചിട്ട് ഭിത്തിയിൽ ഒട്ടിക്കുന്ന പരിപാടി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഡാൻസില് കമ്പമുള്ള ആളാണെന്ന് മനസ്സിലായി, അല്ലെങ്കിൽ ഇങ്ങനെ വരില്ല. ഈ ഡാൻസ് സിനിമകളിലെ ഡാൻസുകൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ നന്നായിട്ട് കളിക്കുന്നവനൊക്കെ കളിക്കും. ഈ നന്നായിട്ട് അറിയാത്തവനാണ് ഈ ഡാൻസിലെ അഡീഷണൽ സാധനങ്ങൾ കിട്ടുക. അഡീഷണൽ ചില ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് അവനെ അങ്ങ് ഏൽപ്പിക്കും. ഞാനത് അനുഭവിച്ചിട്ടുള്ള ആളാണ്. രാജേട്ടൻ സമ്മതിക്കുമല്ലോ അതോ അങ്ങനെയാണെന്ന് അറിയത്തില്ല. മറ്റേ ഒരു വല്ലം പൊന്നും പൂവും എന്നുള്ള പാട്ടിൽ കുക്കു 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 അത് രാജേട്ടനെ ഏൽപ്പിച്ചത് രാജേട്ടൻ്റെ നൃത്തത്തിൻ്റെ മഹാത്മ്യം കണ്ടിട്ടാണോ? എങ്ങനെയാണ് അത് രാജേട്ടൻ അത് കിട്ടിയത്? അത് ശരിക്കും കലാമാസ്റ്റർ എന്ന് പറഞ്ഞാണ്. അപ്പം ഞാൻ ചോദിച്ചു എന്താ കുക്കു കുക്കു മൂന്നെണ്ണം അങ്ങോട്ട് കുക്കു കുക്കു ഇങ്ങോട്ട്, അത് അവർ പറഞ്ഞു തന്ന മൊമെന്റ്സ് തന്നെയാണ്. അതിലുള്ള ലിറിക്ക് കയറിയൊക്കെ ചെറിയ കലക്കുന്ന അല്ലാതെ മറ്റേ സ്റ്റെപ്പുകൾ നമുക്ക് പറ്റാഞ്ഞിട്ടല്ല. ഡെസ്കിൽ കയറുന്ന പരിപാടിയൊക്കെ നമ്മളെ ചെയ്യിപ്പിച്ചത്. മറ്റേ എന്ത് സ്റ്റെപ്പ് കിട്ടിയിരുന്നെങ്കിലും ചെയ്തേനെ. എന്ത് പറഞ്ഞാലും നോ ഇല്ല ചെയ്യും നമ്മള്. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക. മാക്സിമം ഡയറക്ടർ പറഞ്ഞാൽ നോ ഇല്ല. ഞങ്ങളുടെ ട്രൂപ്പിൽ ഒരാളുണ്ടായിരുന്നു. പുള്ളിയുടെ ഒരു ഹൈലൈറ്റ് പറഞ്ഞാൽ മ്യൂസിക്കുകളാണ്. നമ്മുടെ ട്രൂപ്പിലും എഫക്ട്സ് ഉണ്ട്. നമ്മൾ അടിക്കുന്നതിന് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക, അടിക്കുന്നതിന് മ്യൂസിക് ഉണ്ടാക്കുക, പോലീസൊക്കെ കയറുമ്പോൾ ഇങ്ങനെയൊക്കെ മ്യൂസിക് ഇടാൻ വേണ്ടി രണ്ടുപേരുണ്ട് എല്ലാ ട്രൂപ്പിനും. ലൈവ് റീ റെക്കോർഡിംഗ് ആണ് കേട്ടോ മ്യൂസിക് പരേഡിന്. അപ്പം നമ്മൾ കളിക്കുന്ന സമയത്ത് അപ്പം ഇത്തരത്തിൽ ഒരുത്തൻ പറഞ്ഞു അവൻ്റെ നാട്ടിലെ ഇവിടെ പരിപാടി വന്നപ്പോൾ പറഞ്ഞു ഇത് എനിക്കൊരു വേഷം വേണം, അല്ലാണ്ട് എനിക്കിത് ശരിയാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവനൊരു വേഷം കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചു. ഇവൻ്റെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവൻ ഏത് ചെറിയ ഡയലോഗ് കൊടുത്താലും തെറ്റിക്കുന്നവനാണ്. അങ്ങനെ ഒരു ഗുണം അവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ ഇവനോട് ഏറ്റവും ഒരു ഡയലോഗുള്ള ഒരു സ്കിറ്റ് എന്ന് പറഞ്ഞാൽ ബിജുക്കുട്ടൻ വരും. ബിജുക്കുട്ടനെ ആദ്യം ഒരാൾ വന്നടിക്കും, രണ്ടാമതൊരാൾ വന്നടിക്കും, മൂന്നാമതൊരാൾ വന്നടിക്കും. അപ്പം ഒരു ബസ് സ്റ്റോപ്പാണ്. ബിജുക്കുട്ടൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇയാൾ ഇൻസർട്ടൊക്കെ ചെയ്ത് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചൊരു പെട്ടിയായിട്ട് അവിടെ ഇങ്ങനെ ബസ് കത്ത് നിൽക്കുന്ന പോലെ നിൽക്കുന്നുണ്ട്. ഒരു 12-13 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സ്കിറ്റിൽ പല ക്യാരക്ടേഴ്സിൽ വന്ന് ബിജുവിനെ നമ്മുടെ അയ്യപ്പ ബൈജുവിന് അടികൊള്ളുന്ന പോലെ അടികൊണ്ട് ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഈ നിന്ന ആള് ഒറ്റ അടി ബിജുക്കുട്ടനോട്ട് കൊടുക്കുടനെ ഈ ബിജുക്കുട്ടൻ എന്തിനാണ് ഏട്ടാ എന്നെ തല്ലിയത് എന്ന് ചോദിക്കുമ്പോൾ ഇയാള് എടോ വന്നവനും പോണവനും ഇത്രയും തല്ല് നിനക്കിട്ട് തല്ലാമെങ്കിൽ ഇത്രയും നേരം ഇത് കണ്ടുകൊണ്ട് നിന്ന് എനിക്ക് നിനക്കിട്ടൊരു തല്ലിയാൽ എന്താ? ടീം മ്യൂസിക് വീണു, ക്ലൈമാക്സ് ആയി. ഒരു ഡയലോഗേ ഉള്ളല്ലോ, ബാക്കി വന്ന് കളിച്ച് പറയാൻ പാടാൻ. ഞാൻ പറഞ്ഞു ഇതിന് വേറൊരു പ്രത്യേകത, സ്കിറ്റ് തുടങ്ങുമ്പോൾ തൊട്ട് തീരുന്ന വരെ ഇൻസർട്ടൊക്കെ ചെയ്ത് സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുകയും ചെയ്യാം. ക്ലൈമാക്സ് ഒരടിയും ഒരു ഡയലോഗും ഉള്ളൂ എന്ന് പറഞ്ഞു. ഡയലോഗ് എന്താ? എടോ വന്നവനും പോണവനും ഒക്കെ ഇത്രയും തല്ല് നിനക്കിട്ട് തല്ലാമെങ്കിൽ ഇത്രയും നേരം ഇത് കണ്ടുകൊണ്ട് നിന്ന് എനിക്ക് നിനക്കിട്ടൊരു തല്ലിയാൽ എന്താ? ടീം ക്ലൈമാക്സ് ആണ്. ശരി, പിന്നെ ഇത് കൊടുത്തു. അവൻ്റെ നാട്ടിലെത്തി. ഞാൻ നോക്കുമ്പോൾ ഇവൻ ഇത് കയ്യിൽ എഴുതിയിട്ടിട്ട് എന്നോട് വന്ന് പറഞ്ഞു ഏൽപ്പിച്ചു. സംഗതിയൊക്കെ ശരിയാണ്, എല്ലാം ഓക്കെ. പുള്ളി ആ ഒരു വരി പഠിച്ചിട്ടുണ്ട്. സ്കിറ്റ് തുടങ്ങി, ഞങ്ങളെല്ലാം അടിച്ചു കഴിഞ്ഞു, ക്ലൈമാക്സ് ആയി. ഇവൻ ബിജുക്കുട്ടനോട് ഒറ്റ അടിയും കൊടുത്തു. അത് ശരിക്കും അടിച്ചു കളഞ്ഞവൻ ബിജുക്കുട്ടന് ദേഷ്യം വന്നിട്ട് ബിജുക്കുട്ടൻ എന്തിനാണ് ചേട്ടാ എന്നെ തല്ലിയത് എന്ന് ചോദിച്ചു. ഉടനെ ഇയാൾ മിണ്ടാണ്ട് ഇങ്ങനെ നോക്കി വെക്കുക. തുടക്കം കിട്ടണല്ലോ പുള്ളിക്ക്. ആ അടി കൊണ്ടതിൻ്റെ ഒരു സാധനത്തിലാണ് മൊത്തം പുള്ളി ഇങ്ങനെ മിണ്ടാ വെക്കുക. പറഞ്ഞേട്ടാ എടോ എന്നൊരു വിളിച്ച്. അപ്പോൾ ബാക്കി പറഞ്ഞിട്ടില്ല. പിന്നെ മൂന്നാമതും ബിജുക്കുട്ടൻ പറഞ്ഞേട്ടാ. ഇയാള് തന്നെ തുന്നത്താനെ തിന്നത്താനെ തുന്നത്താനെ തന്നെ തന്നെ തിന്നാലെന്താ എന്നൊരു ചോദ്യം.
ഇന്നും ആ ഉത്സവപ്പറമ്പിലിരുന്ന ഒരാൾക്കും അതിന്റെ ക്ലൈമാക്സ് എന്താന്ന് ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല. ആൾക്കാർ മുഴുവൻ അത്ഭുതത്തോടെ നോക്കിയിരിക്കുന്നത് എന്താന്നുള്ളത്. നമുക്കിനി അൻസലിന്റെ പെർഫോമൻസിലേക്ക് കിടക്കാം. അൻസൽ നന്നായി ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. രമേശ് ചേട്ടാ, എന്തോ നമ്മുടെയൊക്കെ അമ്മമാരുടെ കൂടെ ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടുന്ന ഒരു ദിവസമുണ്ട് ഇപ്പോൾ. ഏതാണെന്ന് അറിയാമോ? മദേഴ്സ് ഡേ. മദേഴ്സ് ഡേ. ഇപ്പം മദേഴ്സ് ഡേ ഇപ്പം അങ്ങനെയായി മാറിയിരിക്കുകയാണ്. സ്റ്റാറ്റസ് ട്രെയിൻ പോലെ ഇടുക. ബാക്കിയുള്ള 364 ദിവസം അമ്മ ഇല്ലാന്ന് തോന്നിപ്പോൾ. അപ്പം അന്ന് നമ്മൾ ഈ KGF-ലെ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോരാളി അമ്മയാണ് എന്നുള്ള പാട്ടൊക്കെ BGM കയറ്റിയിട്ട് സ്റ്റാറ്റസ് ഇട്ടിക്കും. തന്താനേ നാനേ നാനിന്നോ താനേ നാനേനോ എന്നൊക്കെ നമ്മൾ BGM കയറ്റിയിടും. അമ്മയാണ് യഥാർത്ഥ പോരാളി എന്നുള്ള സാധനം എൻ്റെ ജീവിതത്തിൽ കറക്റ്റാണ്. കാരണം എൻ്റെ വീട്ടിലും അമ്മയാണ് യഥാർത്ഥ പോരാളി. കാരണം ഈ പോരെടുക്കുന്ന മൊത്തം എന്നോടാണെന്ന് മാത്രം. നമ്മുടെ ഈ കേരളത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ വന്നു പോയി. ഈ അടുത്ത് തന്നെ 2 പ്രളയം വന്നു, ഇപ്പോൾ കൊറോണ വന്നു, പിന്നെ 2004 നമ്മൾ ആദ്യം കണ്ട സുനാമി വന്നു. ഞാനിപ്പോൾ ഉമ്മടുത്ത് ചോദിക്കാൻ, ഉമ്മ ഈ ദുരന്തങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ഇങ്ങനെ ഉമ്മടുത്ത് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു, എടാ ഇതൊക്കെ ചെറുത്. 1993 ഒരു വലിയ ദുരന്തം ഉണ്ടായി, നിനക്കറിയാമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, അറിയില്ല. നീ 1993 ഒരു ജാനുവരി മാസം രാത്രിയാണ് ഞാനുണ്ടാകുന്നത്. അപ്പോൾ ഈ പ്രസവ വേദന വന്ന് ഉമ്മയെ വേഗം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് ഡോക്ടർ പറയാണ്, ഇവൻ പുറത്തേക്ക് വരാൻ ഇച്ചിരി വിസമ്മതം കാണിക്കുന്നുണ്ട്, അപ്പോൾ ഇവനെ നമുക്ക് സിസേറിയൻ ചെയ്യാം. അങ്ങനെ സിസേറിയന് വേണ്ടി കയറ്റിയപ്പോൾ ഉമ്മ വാപ്പയെ അടുത്ത് വിളിച്ചു. വാപ്പ അടുത്ത് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഉത്സവത്തിന് പോയാൽ മതിയായിരുന്നു. ഡോക്ടർ സിസേറിയൻ ചെയ്ത് തന്നെ പുറത്തെടുത്തു. പക്ഷേ സിസേറിയൻ ചെയ്ത ഡോക്ടറാണ്. വൈരാഗ്യം മൊത്തം എന്നോടായിരുന്നു. പിന്നെ ജനിച്ചു കഴിഞ്ഞ അന്ന് നാൾ മുതൽ തന്നെ എൻ്റെ ബാല്യം എന്ന് പറയുന്നത് ഭയങ്കര സംഭവബഹുലവും പ്രചണ്ഡിതമായിരുന്നു. അപ്പോൾ ഈ പീഡനങ്ങളിലൂടെ ഇങ്ങനെ പോവുകയാണ് എൻ്റെ ബാല്യം. അപ്പോൾ ഈ ചെറുപ്പത്തിലൊക്കെ കുട്ടികൾ ഓടി വീണ് കഴിഞ്ഞാൽ മാതാപിതാക്കൾ എന്താ ചെയ്യുന്നത്? അമ്മമാർ ഓടി വന്ന് വാരി പുണർന്നെടുക്കും. രമേശ്വരനെയൊക്കെ അങ്ങനെ ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. ഉമ്മയൊക്കെ തന്ന് തലോടിയല്ലേ നമ്മളിങ്ങനെ ആശ്വസിപ്പിക്കും. പക്ഷെ എൻ്റെ ഉമ്മ എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഓടി വന്ന് വാരി പുണർന്നൊക്കെ എടുക്കും. ഉമ്മ തരാനല്ല, ആദ്യം ചന്തിക്കിട്ടൊരു കിഴുക്കേറ്റ്. എന്നിട്ട് പറയും, നിന്നോട് ഓടി കളിക്കരുതെന്ന് എത്ര തവണ ഞാൻ പറയണം? ഇങ്ങനെയാണ് പീഡനങ്ങളായിരുന്നു. അപ്പോൾ ഈ വീണ വേദന നമ്മളങ്ങ് മറന്നു. സ്കൂൾ ലെവലിൽ എത്തിയപ്പോഴേക്കും നമ്മൾ ഈ അവധിയുള്ള ദിവസങ്ങളിൽ പുറത്ത് കളിക്കാനൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കും മാച്ച്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഉമ്മ അടുത്ത് വരും, ഉമ്മ നാളെ മാച്ച് ഉണ്ട് കേട്ടോ, ഞാൻ നേരത്തെ പോകും. അപ്പോൾ ഉമ്മ അതിനും മുമ്പേ പ്ലാൻ ചെയ്യും. ഉമ്മ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ പച്ചരി എടുത്ത് വെള്ളത്തിയിടും. എന്നിട്ട് പറയും, നീ എവിടെ പോകണം? രാവിലെ എവിടെ പോകണം? ചെറുക്ക മില്ലിൽ അരി പഠിപ്പിച്ചിട്ട് വാ, ഞാൻ ഇന്നലെ പച്ചരി എടുത്ത് വെള്ളത്തിൽ ഇട്ടിരിക്കുമെന്ന് പറയും. അപ്പോൾ അതേപോലെ ഈ ചക്ക, മാങ്ങ, തേങ്ങ, മല്ലി, മുളക് വേണ്ട വാപ്പായ സഹിതം എടുത്ത് വെയിലത്തിടും. അപ്പോൾ ഈ TV-യിലൊക്കെ ഇന്ന് സൂപ്പർമാൻ, സ്പൈഡർമാൻ, ബാറ്റ്മാൻ സീരീസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി നമ്മളിങ്ങനെ കൊതിച്ചിരിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, വല്ല സൂപ്പർമാനോ സ്പൈഡർമാനോ ബാറ്റ്മാനോ ഒക്കെ ആയിരുന്നു ഈ പണിയൊക്കെ പെട്ടെന്ന് തീർക്കായിരുന്നു. പക്ഷേ എനിക്ക് പിന്നീട് മനസ്സിലായി, ഈ സൂപ്പർമാനും സ്പൈഡർമാനും ബാറ്റ്മാനൊന്നും നമ്മളെ വീട്ടുകളിൽ അത് പ്രാവർത്തികമല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാനൊരു സൂപ്പർമാൻ ആവുകയാണ്, സൂപ്പർമാനായി. ഇപ്പോൾ ഒരു ദിവസം രാവിലെ എണീച്ചപ്പോൾ ഞാൻ സൂപ്പർമാനാണ്, ഷഡ്ഡിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഉമ്മ അടുത്തെന്ന് പറയാണ്, ഉമ്മ എനിക്ക് കരിപ്പൂർ വിമാനത്താവളം വരെ ഒന്ന് എമർജൻസി ആയിട്ട് പോകണം, അവിടെ ദുബായ് എയർലൈൻസ് ഒന്ന് ക്രാഷ് ലാൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്, ആൾക്കാരെ എല്ലാം രക്ഷിക്കണം എന്ന് പറയുകയാണെങ്കിൽ ഉമ്മ പറയും, നീ പോണതൊക്കെ കൊള്ളാം, തിരിച്ചു വരുമ്പോൾ ആ റേഷൻ കടയിൽ കയറി മണ്ണെണ്ണ വാങ്ങിയിട്ട് വരും. കേരളത്തിലെ സീനുകളൊക്കെ അങ്ങനെ ഇരിക്കും ഇവരൊക്കെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ സ്പൈഡർമാൻ വില്ലേജ് ഓഫീസിൽ കരയടയ്ക്കാൻ നിൽക്കുന്നു, ബാറ്റ്മാൻ പഞ്ചായത്ത് ചിട്ടി അടയ്ക്കാൻ പോയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സീനുകളായിരിക്കും സൂപ്പർ ഹീറോസ് നമ്മളെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ. മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതായത് കിണറ്റിൽ ഇറങ്ങി പാത്രം ഇടിപ്പിക്കുക, വീണുപോയ പാത്രം ഇടിപ്പിക്കുക, അതേപോലെ എത്താത്ത കൊമ്പത്തെ ചക്കയൊക്കെ പോയി പറന്ന് പറിക്കുക, അതേപോലെ സൺഷെയ്ഡിലെ കരിയില പറന്ന് നിന്ന് വാരുക. ഇതേപോലെയുള്ള പ്രവൃത്തികളൊക്കെ വീട്ടിൽ ചെയ്യിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പുറത്തിറങ്ങി പണിയെടുക്കാൻ പറ്റത്തുള്ളൂ, സൂപ്പർമാനും സ്പൈഡർമാനൊക്കെ. അങ്ങനെ ഞാൻ കോളേജിലെത്തിയപ്പം എനിക്കൊരു ആദ്യ പ്രണയമൊക്കെ ഉണ്ടായി. ഒരു പെൺകുട്ടിയെ കണ്ടു, ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനങ്ങനെ പാട്ടൊക്കെ പാടി ഞങ്ങളങ്ങനെ വളച്ചെടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഈ ലോകത്ത് ആരെ വേണോ കൺവിൻസ് ചെയ്യാം, ഡൊണാൾഡ് ട്രംപിനെ വരെ കൺവിൻസ് ചെയ്യാം, പക്ഷേ എൻ്റെ ഉമ്മയെ കൺവിൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നീ ഒന്ന് വീട്ടിൽ വന്ന് എൻ്റെ ഉമ്മയെ ഒന്ന് പരിചയപ്പെടണം, ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് സോപ്പിട്ടൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു.
അപ്പോൾ പറഞ്ഞു ആ ശരി ഞാൻ വരാമെന്ന് പറഞ്ഞു. അവളങ്ങനെ വീട്ടിൽ വന്നു, ഉമ്മയെ പരിചയപ്പെട്ടു, കൂട്ടുകാരിയാണെന്നൊക്കെ പരിചയപ്പെടുത്തി. നേരെ അടുക്കളയിലൊക്കെ പോയി ഉമ്മയെ ഇച്ചിരി സഹായിച്ചൊക്കെ കൊടുത്തു. അവിടെ കിടന്ന വസ്ത്രങ്ങളൊക്കെ എടുത്ത് അടുക്കിയൊക്കെ വെച്ചു, പാത്രങ്ങളൊക്കെ ഒതുക്കിയൊക്കെ വെച്ചു. അപ്പോൾ ഉമ്മ ഹാപ്പി, കൊള്ളാം പെങ്കൊച്ച് കൊള്ളാം. അങ്ങനെ ഉമ്മ അടുത്തേക്ക് വിളിച്ചിട്ട് അവളടുത്ത് പറയാ, മോളെ നിന്നെ കണ്ടാൽ തന്നെ അറിയാം, നീ ഒരു കുടുംബത്ത് പറഞ്ഞ കൊച്ചാണ്, അവിടെ അടക്കോ ഒതുക്കോ ഒക്കെ ഉണ്ട്. എൻ്റെ മോനോടൊന്ന് പറയണം, അവൻ ആകെയുള്ള ആ 2 ഷഡ്ഡിയെങ്കിലും എടുത്തൊന്ന് കഴുകിയിടാൻ. പിന്നെ എന്തെങ്കിലും പ്രേമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുപിടിച്ച് തരണം. അവളെ തലക്കിട്ടൊന്ന് കിഴുക്കാനാണ്. അപ്പോൾ അവൾ ചോദിച്ചു അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ ഈ കിടക്കയിലൊക്കെ മുള്ളുന്നവനെ ആര് പ്രേമിക്കാനാണ്. അങ്ങനെ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അപ്പോൾ ഈ ഇറങ്ങാൻ നേരത്ത് ഞാൻ ഉമ്മടുത്ത് പറഞ്ഞു, അമ്മ ഞാൻ ഷോയ്ക്ക് വേണം, നിങ്ങളിങ്ങനെ വിളിക്കരുതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നീ ഇങ്ങനെ കളിച്ച് നടന്നോ എന്ന് പറഞ്ഞു. എന്തായാലും നിൻ്റെ ഷോയിൽ ആരാ ജഡ്ജായിട്ട് വരുന്നതെന്ന് വെച്ച്. ഞാൻ പറഞ്ഞു രാജുവേട്ടൻ. അപ്പോൾ പറഞ്ഞു ശരി നിൽക്കെന്ന് പറഞ്ഞു. എൻ്റെ അടുക്കളയിൽ പോയി ഒരു പൊതി എടുത്തുകൊണ്ട് വന്ന് എൻ്റെ അടുത്തുനിന്ന്. അങ്ങനെ ഞാൻ നോക്കി ഇതെന്താ അമ്മ എന്ന് പറഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അവലോസുണ്ട് അരിപ്പൊടി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്തിനാ അമ്മ? അത് രാജുവിന് കൊടുത്തേക്ക് എന്ന് പറഞ്ഞു. പിന്നെ സുപ്രിയയ്ക്കും കൊടുക്കാൻ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു രാജുവേട്ടനല്ല, ഇത് മണിയൻപിള്ള രാജുവാന്ന് പറഞ്ഞു. അപ്പം ഉമ്മച്ചി അത് തിരിച്ചിങ്ങ് തട്ടി പറിച്ചിട്ടാണ് പുള്ളിക്കൊന്നും കൊടുക്കണ്ട ഇത് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് ഇപ്പോഴേ തടി കൂടുതലാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ, എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ ആ വീടിൻ്റെ വിളക്കാണ് രമേശേട്ടാ. പിന്നെ എൻ്റെ നമ്മൾ ഈ യാത്രയൊക്കെ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അപകടങ്ങളൊന്നും പറ്റാതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ അമ്മമാരുടെ ഒരു സ്നേഹവും പ്രാർത്ഥനയൊക്കെ മാത്രമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇറങ്ങാൻ പോകുമ്പോഴും അപ്പോൾ ഉമ്മച്ചി എന്നോട് ഇങ്ങനെ നിന്ന് കൈ കാണിക്കുന്നുണ്ട്, പോയിട്ട് വരൂ എന്നൊക്കെ പറഞ്ഞ് കൈ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്നേഹം തുളുമ്പുന്ന കണ്ണൊക്കെയാണ് നമ്മളിവിടം വരെയൊക്കെ എത്തിക്കുന്നതെന്നുള്ളത്. ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ എന്നെ വീട്ടിൽ കയറില്ല. അപ്പോൾ ഇത് പ്രൊമോയിലൊന്ന് കാണിക്കുന്നുണ്ട്. പ്രൊമോ അല്ല, ഞാൻ ആലോചിച്ചത് അതിൻ്റെ തൊട്ടും പോച്ച് കട്ട് ചെയ്ത് കളഞ്ഞാലോ എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. അതുവരെ മതി. പ്രൊമോയിലൊന്ന് ബൂസ്റ്റ് ചെയ്ത് ബീജൊക്കെ ഇട്ട് കാണിക്കണം. പറ്റുമെങ്കിൽ മദേഴ്സ് ഡേ ഒന്ന് കാണിക്കണം. എനിക്ക് കുറച്ച് ദിവസം വീട്ടിൽ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റും. അതുകൊണ്ട് നന്നായിരുന്നു. എന്താ പറയാ, ഈ ശ്രീനിവാസന്റെ ഒരു സ്ക്രിപ്റ്റ് എഴുത്തിൽ പുള്ളി സ്വയം തന്നെ കുറ്റപ്പെടുത്തിയിട്ടാണ് എഴുതുന്നത്. ഞാൻ കറുപ്പനാണ്, ഞാൻ പൊക്കം കുറഞ്ഞാണ്, അങ്ങനെ സ്വയം അങ്ങനെ പരിഹസിച്ചിട്ട് കൊണ്ടുവരും. അല്ലാതെ ബൂസ്റ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുവരുന്നത് നെഗറ്റീവാണ് എപ്പോഴും. ഇതൊരു നല്ല ടൈപ്പാണ്. അതായത് ഉമ്മയുടെ സ്നേഹം ഞങ്ങൾക്ക് എല്ലാവർക്കും അഫെക്ഷൻ സ്നേഹം മനസ്സിലാവുകയും ചെയ്തു. ഉമ്മയെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഉമ്മ ചെയ്യുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഒരു മകൻ്റെ നന്മയ്ക്ക് വേണ്ടി ഈ പറയുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെക്കാളും സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ളത് അമ്മയ്ക്കാണെന്ന് വരെ എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ട്. കാരണം പുള്ളി കുറച്ചുകൂടി ഉമ്മ ബ്രേവാണ്, പോരാളിയാണ് ഈ പറഞ്ഞ പോലെ. കാരണം എൻ്റെ വാപ്പ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈ ഡയമണ്ട് വേട്ട, സ്വർണ്ണവേട്ട പോലെയുള്ള സ്വർണ്ണവേട്ട നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. അതായത് ഉമ്മയുടെ മാല, വള, ഇതെല്ലാം കൊണ്ടൊന്ന് പണയം വെക്കും. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ഈ നിങ്ങളുടെ പണയ പണ്ടം ജപ്തി ചെയ്ത് പോകുമെന്നും പറഞ്ഞിട്ട് ചെറിയ നോട്ടീസൊക്കെ വരും. അത് നല്ല ഭംഗിയുള്ള നോട്ടീസാണ്, നല്ല കളർഫുൾ നോട്ടീസാണ് വരുന്നത്. അപ്പോൾ ഈ ചേച്ചിയുടെ മക്കൾ അത് എടുത്തുകൊണ്ട് പോയി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കും. ചിത്രശലഭം, ബോട്ട്, ഇതൊക്കെ ഇങ്ങനെ ഷോക്കേസ് ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വന്നു. അപ്പോൾ ഉമ്മച്ചി ഇങ്ങനെ നോക്കിയിട്ട് അത് അവിടെ ഇട്ടിട്ട് പോയി. അപ്പോൾ ഈ ചെറിയ മോൻ വന്ന് അതെടുത്ത് കളിക്കുവാണ്. അപ്പോൾ ഈ മൂത്ത മോൾ വന്ന് തട്ടിപ്പറിച്ചപ്പം ഇവൻ കിടന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ ഭയങ്കര കരച്ചിൽ. അപ്പോൾ ഉമ്മ ഓടി വന്നിട്ട് അവനെ സമാധാനിപ്പിക്കുകയാണ്. മോൻ സങ്കടപ്പെടണ്ട, എൻ്റെ മാലേര ഇനി വരാനുണ്ട്, അത് തരാം. അപ്പോൾ ഇത്രയും വലിയൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷന് വളരെ ഹാസ്യമായിട്ട് എടുക്കുന്നതിൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ക്രിട്ടിക്കൽ സിറ്റുവേഷനുകളെ രസകരമായിട്ട് എടുക്കുന്നതിനകത്തൊരു വലിയ കപ്പാസിറ്റി വേണം. രാജു ചേട്ടന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഇൻ്റർനെറ്റിലൊക്കെ കുറേ പേരുണ്ട്, കുറേ ഫേക്ക് വാർത്തകളും വരുന്നുണ്ട്. മരണത്തിനും ജീവിതത്തിനും ഇടയിൽ മണിയൻപിള്ള രാജു, ഗുരുതരാവസ്ഥയിൽ മണിയൻപിള്ള രാജു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ രാജുചേട്ടൻ ഇങ്ങനത്തെ വാർത്തകളൊക്കെ ആണല്ലോ രാജുചേട്ടാ വരുന്നത്, നമുക്ക് വല്ല പരാതി കുഴപ്പമില്ല, വാർത്ത വന്നോട്ടെ, ഞാൻ ഇറങ്ങി കഴിയുമ്പോൾ ആ വാർത്ത എല്ലാം ഫേക്ക് ആയില്ലേ, ഞാൻ ഇറങ്ങും. അപ്പോൾ ഞാൻ ചോദിച്ചാൽ മാത്രമല്ല അവരങ്ങനെ വാർത്ത ഒന്നും സംഭവിക്കില്ല പിഷാരടി, പ്രാർത്ഥനകളുണ്ട്, പ്രാർത്ഥനകൾ. ഞാൻ ചോദിച്ചാൽ എന്തൊരു ചേച്ചിയും പിള്ളേരും ഒക്കെ അവരൊന്നുമല്ല, ഇൻഷുറൻസ് കമ്പനികൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് വല്ലതും പറ്റിയാൽ അവർക്ക് പൈസ കൊടുക്കണ്ടേ, അതുകൊണ്ട് എനിക്കൊന്നും പറ്റരുതേ എന്ന് അവർ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. നന്നായിരുന്നു. ഉമ്മയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു, കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. വെരി ഗുഡ്, നൈസ് പെർഫോമൻസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് അഗെയിൻ. താങ്ക് യു. രാജു സർ,
അപ്പം സിനിമയിൽ തന്നെ പല മേഖലകളുണ്ട്. പ്രൊഡക്ഷൻ ഉണ്ട്, സംവിധാനമുണ്ട്, ആർട്ട് ഉണ്ട്, കോസ്റ്റ്യൂം ഉണ്ട്, മേക്കപ്പ് ഉണ്ട്. ഇവയിൽ സാറിന് ഏറ്റവും ഇഷ്ടമുള്ള, ചെയ്യാൻ താല്പര്യമുള്ള, ഏറ്റവും അധികം ചെയ്യാൻ താല്പര്യമുള്ള ഒരു മേഖല ഏതാണ്? അഭിനയം മാറ്റി നിർത്തിയാൽ, കാരണം ഓട്ടോമാറ്റിക്കലി ഇപ്പൊ ആദ്യം അഭിനയം എന്ന് പറയും. ഞാൻ പറഞ്ഞ അഭിനയം മാറ്റി നിർത്തിയാൽ ഏറ്റവും ചെയ്യാൻ ഇഷ്ടപ്പെട്ട ഒരു മേഖല. അത് മാത്രമല്ല, രാജചേട്ടൻ അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സിനിമ പഠിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ സിനിമയുടെ പല മേഖലകളും അദ്ദേഹത്തിന് അറിയാം. ചോദ്യത്തിന് ഉത്തരം. സിനിമയുടെ എല്ലാ മേഖലകളും എനിക്കിഷ്ടമാണ്. ഉദാഹരണം, ഞാനൊരു കറി വയ്ക്കുക എന്ന് വിചാരിക്കുക, വേറൊരാളൊന്ന് മലക്കറി എരിയുന്നത്, വേറൊരാളൊന്ന് ഉപ്പും മുളക് എടുത്ത് തരുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല. നമ്മുടെ തന്നെ ആയിരിക്കണം അതിനകത്തുള്ള എല്ലാ സംഭവം. നമുക്ക് പരിവമൊക്കെ പറഞ്ഞു കൊടുക്കാം, പക്ഷെ നമ്മുടെ വേണം. ഒരു സിനിമ എടുക്കുമ്പം ആദ്യം അതിൻ്റെ കഥ എനിക്ക് ഇഷ്ടപ്പെടണം. ഇത് സിനിമ ആയാലും ഞാൻ കാണുമോ, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ കാണുമോ, എൻ്റെ ഫ്രണ്ട്സ് കാണുമോ ഞാൻ ആലോചിക്കും. ഇത് മഹാബോറാണെങ്കിൽ പിന്നെ ഞാൻ എടുക്കേണ്ട കാര്യമില്ല. അവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം വരുന്നത്. പിന്നെ അതിനെ പറ്റിയ സാങ്കേതിക വിദഗ്ധരെ എല്ലാവരും നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതെല്ലാം എൻ്റെ ഇഷ്ടം തന്നെയായിരിക്കും. പിന്നെ അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. ത്രൂ ഔട്ട് പടത്തിൻ്റെ അവസാനം എഡിറ്റിംഗ് ആയാലും പോസ്റ്റർ ഒട്ടിക്കുന്നവരെ ഞാൻ ജംഗ്ഷനിൽ പോയി നോക്കും, എവിടെയെങ്കിലും ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ. ഫുൾ ഇൻവോൾവ്മെന്റ് അതിനകത്തുണ്ടെന്ന് അർത്ഥം. അത് എന്റെ ശ്രദ്ധയില്ലാതെ ഞാൻ കാണാതെ ഒരു കാര്യവും സംഭവം അത് പൈസയുടെ ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ്. അതെ, ഫുഡിന്റെ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം ചെയ്യലും, എല്ലാ കാര്യത്തിലും ഇടപെടും. അതുകൊണ്ടാണ് ഈ 30 വർഷത്തോളം നിർമ്മാണ രംഗത്തുണ്ടായിട്ടും രാജചേട്ടൻ വെറും 13 പടങ്ങൾ മാത്രമേ ഇപ്പോഴും നിർമ്മിച്ചിട്ടുള്ളൂ. എല്ലാം ചെയ്യാൻ പറ്റുമെങ്കിൽ അദ്ദേഹം അത് ചെയ്യാറുണ്ട്. എന്നാണോ എന്തോ ഒന്ന് ശ്രദ്ധിക്കണേ. ശ്രദ്ധിക്കാം. തുള്ളിയാൽ എന്ത് കിട്ടും? അന്തിക്കുരു പിടിച്ചോർ തിന്നാൻ. ഞാൻ ചോദിക്കുന്നതേ, ഈ രാജചേട്ടന് ഈ ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയ പടം ഏതാണ്? കുറെ സിനിമകളുണ്ട്. പാവാട ഹിറ്റാണ്, പഞ്ചവർണ്ണത്തെ ഹിറ്റാണ്, ഓട്ടോ, വെള്ളാനകളുടെ നാട്. അപ്പൊ 13 എണ്ണത്തിൽ വളരെ ചെറിയ സിനിമകൾ. പക്ഷേ വേറെ കാര്യമുണ്ട്. അന്ന് ഓട്ടോ എടുക്കുമ്പോഴത്തേക്കും ഒരു ബാൽക്കണി ടിക്കറ്റ് 2 രൂപ. ഇപ്പൊ ഒരു ബാൽക്കണി ടിക്കറ്റ് 300 രൂപയാണ്. എന്തോ കാക്കണമേ, നോക്കണമേ, കേക്കണമേ ദൈവമേ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇനി രാജചേട്ടന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു സിനിമ, അതും മഹേഷ് മാരുതി ആസിഫലി നായകനാകുന്ന സിനിമയും ഒരു വലിയ സൂപ്പർ ഹിറ്റ് ആകാൻ വേണ്ടി നമ്മുടെ ഫണ്ട്സ് അപ്പോൺ എ ടൈമിന്റെ ഭാഗത്തുനിന്ന് എല്ലാവരും ആത്മാർത്ഥമായിട്ടുള്ള ആശംസകൾ. എന്താ ഇവിടെ ഞാനിവിടെ കിടന്ന് മരിച്ച് ഇത്ര അഭിനയിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് സംസാരിച്ചാൽ മതിയാ? നമ്മുടെ കലാകാരനല്ലേ ഇവിടെ വന്ന് ഈ പെർഫോം ചെയ്തിട്ട് ഒന്ന് എന്തെങ്കിലും. ഞങ്ങളും വേറൊരു മാറ്റർ സംസാരിച്ചോണ്ടിരിക്കുന്നതുകൊണ്ടുള്ളതാണ് പ്രശ്നം. ഞാൻ ഇത്ര ഇവിടെ കിടന്ന് കളിച്ച് കണ്ടില്ലേ? ഇത് എന്താണ് നിങ്ങളുടെ ക്യാരക്ടർ? എന്താണ് ഇത്? സ്വാതന്ത്ര്യ സമര സേനാനിയോ? ആ, ഇതോ ഈ കൈയൊക്കെ കെട്ടി വെച്ച് ചെയ്തിട്ടൊന്നും മനസ്സിലായി. ഞാനേ ഈ മറ്റേ CBI മമ്മൂക്ക് പിടിച്ചേക്കുന്ന പോലെ എന്തോ പിടിച്ചേക്കും. കൈ കെട്ടിയിട്ടുണ്ട്. കൈ കെട്ടി വെച്ചിട്ടാണ് റിസ്ക് എടുത്ത് അഭിനയിക്കണേ. ബ്രിട്ടീഷുകാര് കൈ കെട്ടി വിട്ട് അങ്ങനെ എന്തോ സാധനമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതെ. വെടികൊള്ള കണ്ടില്ലേ? ശ്രദ്ധിക്കല്ലേ? ഇല്ല, കണ്ടില്ല. 2 വെടി കൊണ്ടിട്ട് ഇവിടെ ഞാനേ രണ്ടാമത്തെ വെടിയാണ് കൂടുതൽ തൊന്ത്. ഇത്രയും പെർഫോം ചെയ്തിട്ട് രാജേട്ടൻ എനിക്ക് ഒരു തോന്നിയ കാര്യം തരാം. ഈ കൈ ബാക്കി കെട്ടിയിട്ടില്ലേ, അത് റെസ്ട്രിക്ട് ചെയ്തു. കൈകെട്ട് കൂടാതെ വേറെ വല്ല കൈ കെട്ടാതിരിക്കുവാണ് നല്ലത്. എന്നാലും നിങ്ങൾക്ക് അത് ഒന്ന് കൈ ഫിർഡാനാന്ന് അയച്ചു കൊടുത്തു. ഞാനത് ഇതുപോലെ കൈയുടെ കെട്ടെന്ന് അയച്ച് ഇപ്പൊ കൈ ഉപയോഗിക്കാൻ പറ്റും. ഇനി വെടുകൊള്ളുന്ന ഒരു സീൻ ചെയ്താല് ഇങ്ങനെ കൈയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ കാണിക്കണ്ട കേട്ടോ, നിങ്ങൾ കാണിക്കാൻ പോകുന്ന പോലെ തോന്നിയിരിക്കും അല്ലേ? ഉള്ളിൽ നിന്ന് ഇങ്ങനെ കാണിക്കണം. അല്ല, കൈ കെട്ടാത്തപ്പോഴും കൂടെ ഞാൻ പറയുന്നതേ, ഇങ്ങനത്തെ സീനുകൾ വരുമ്പം നമ്മുടെ ഈ ഫ്ലോറിലോട്ട് വരുമ്പോൾ നിങ്ങൾ കൈ കെട്ടിയല്ല വരേണ്ടത്. അപ്പം ഞാൻ ഒരു ചെറിയ ശേഷം പറയാം. ഡയാനെ ഇതെടുത്തേ, ഡയാനെ ഇത് പിടിച്ചേ, വായൊന്ന് മൂടി കെട്ടിക്കേ. നീക്ക് ഡയാന കൈയും കൂടി ഒന്ന് കെട്ടിക്കൊടുക്കുക. പൊള്ളിക്കണം നമ്മള്. ഡയലോഗ് എന്തൊക്കെയോ ആലോചിക്കണ്ടെന്ന് തോന്നുന്നു. കെട്ടിയില്ലേ? ഓക്കെ. ചുമന്ന് മാറ്റി.